നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ എഴുതും? ക്വസ്റ്റ്യൻ 2 ഡൈമെൻഷണൽ അറേ ഉപയോഗിച്ച് 3 വരികളുടെയും 3 കോളങ്ങളുടെയും ട്രാൻസ്പോസ് കണക്കാക്കാൻ ഒരു സി പ്രോഗ്രാം രൂപകൽപ്പന ചെയ്യുക. പ്രോഗ്രാം മാട്രിക്സ് ഘടകങ്ങൾക്കായുള്ള ഉപയോക്തൃ ഇൻപുട്ട് സ്വീകരിക്കുകയും ട്രാൻസ്പോസ് കണക്കാക്കുകയും ഒറിജിനൽ ട്രാൻസ്പോസ്ഡ് മെട്രിക്സുകൾ പ്രദർശിപ്പിക്കുകയും വേണം. ആൻസർ സിയിലെ 2 ഡൈമെൻഷണൽ അറേ എന്നത് ഒരു ടാബ്ലർ ഫോർമാറ്റിൽ എലമെന്റുകൾ സംഭരിക്കുന്ന ഒരു ഡാറ്റാ ഘടനയാണ്. അത് വരികളും നിരകളും ആയി ക്രമീകരിച്ചിരിക്കുന്നു. ഓരോ എലമെന്റും 2 സൂചികകൾ ഉപയോഗിച്ചാണ് ആക്സസ് ചെയ്യുന്നത്, ഒന്ന് വരിക്കും ഒന്ന് നിരയ്ക്കും. ഇത് പ്രധാനമായും അറേകളുടെ ഒരു നിരയാണ്. ഡിക്ലറേഷൻ സിൻടാക്സ് എന്നത് ഡാറ്റ ടൈപ്പ് അറേ നെയിം ബ്രാക്കറ്റ് വരികൾ ബ്രാക്കറ്റ് കോളം ബ്രാക്കറ്റ്. ഇവിടെ ഡാറ്റ ടൈപ്പ് എലമെന്റുകളുടെ തരം വ്യക്തമാക്കുന്നു. അറേയുടെ പേര് അറേയുടെ പേരാണ്. വരികളും നിരകളും അതിന്റെ വരിയുടെയും നിരയുടെയും വലുപ്പം നിർവചിക്കുന്നു. ഉദാഹരണത്തിന് ഇന്റ് മെട്രിക്സ് 3,4 3 വരികളും 4 നിരകളും ഉള്ള ഒരു 2 ഡയമെൻഷണൽ അറേ പ്രഖ്യാപിക്കുന്നു. സിയിലെ ദ്വിമാന ശ്രേണിയിലെ ഓരോ ഘടകവും ആക്സസ് ചെയ്യുന്നതിന് നിങ്ങൾ 2 സൂചികകൾ ഉപയോഗിക്കുന്നു. ആദ്യ സൂചിക വരിയും രണ്ടാമത്തെ സൂചിക നിരയും വ്യക്തമാക്കുന്നു. ഒരു നെസ്റ്റഡ് ലൂപ്പുകൾ. മെട്രിക്സിലെ ഓരോ ഘടകങ്ങളും ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അവിടെ വരികൾക്കുള്ള ബാഹ്യ ലൂപ്പും നിരകൾക്കുള്ള ആന്തരിക ലൂപ്പും. കോഡ് വിശദീകരണം. പ്രോഗ്രാം ഉപയോക്താവിൽ നിന്നുള്ള ഇൻപുട്ടായി 3 വരികളും 3 കോളങ്ങളും മെട്രിക്സ് എടുക്കുന്നു, യഥാർത്ഥ മാട്രിക്സ് പ്രദർശിപ്പിക്കുന്നു, തുടർന്ന് അതിന്റെ ട്രാൻസ്പോസ് കണക്കാക്കുന്നു. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് അതിന്റെ വരികൾ കോളങ്ങൾ ഉപയോഗിച്ച് സ്വാപ്പ് ചെയ്യുന്നതിലൂടെ ലഭിക്കും. ഉദാഹരണത്തിന് ഒറിജിനൽ മെട്രിക്സിലെ ആദ്യ വരിയിലെയും രണ്ടാമത്തെ നിരയിലെയും മൂലകം ട്രാൻസ്പോസ് ചെയ്ത മെട്രിക്സിലെ രണ്ടാമത്തെ വരിയിലെയും ആദ്യ നിരയിലെയും മൂലകമായി മാറുന്നു. യഥാർത്ഥ മെട്രിക്സ് അതുപോലെ തന്നെ പ്രദർശിപ്പിക്കും. അതേസമയം ട്രാൻസ്പോസ് ചെയ്ത മെട്രിക്സ് നിരകളിലൂടെ ആവർത്തിച്ചു പ്രദർശിപ്പിക്കും. ഒറിജിനൽ മാട്രിക്സിന്റെയും വരികളായി പ്രിന്റ് ചെയ്യുന്നതിന്റെയും. ഇത് മൂലകങ്ങളുടെ ഓറിയന്റേഷൻ ഫലപ്രദമായി മാറ്റുന്നു. ട്രാൻസ്പോസ് ചെയ്ത പതിപ്പ് നൽകുന്നു. നന്ദി. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത്